ഹായ് ഹലോ ഇതെല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മൾ പെരുന്നാൾ രാവിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഒരുപാട് വൈകിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ, എന്നാലും നിങ്ങളൊന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ 2-3 ദിവസത്തിന് നമ്മൾ ആകെ തിരക്കേക്കാരെന്നല്ലേ. അങ്ങനെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനും വൈകിയത്. അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും വൈകുന്നേരത്തത് എടുത്തിട്ടില്ല കേട്ടോ. വൈകുന്നേരം ഇപ്പം ഇന്നിപ്പോൾ നോമ്പറക്കാൻ പത്തിരിയും ചിക്കന് വറുത്തരച്ചുകൊണ്ടുള്ള കറി മാത്രമാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റൊക്കെ ആയപ്പോൾ പൊരിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ആന മടി കേട്ടോ, ഭയങ്കര മടി. അതുവരെ നമ്മളൊക്കെ നല്ല ഉഷാറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ലാസ്റ്റ് നോമ്പൊക്കെ ആയിരിക്കും, പിന്നെ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. എല്ലാവരും പറച്ചിലതാണ് ഇന്നും കൂടി ഉണ്ടാവുള്ളൂ നോമ്പ് എന്നൊക്കെ ഉള്ള. അപ്പോൾ ഏതായാലും പൊരിയൊന്നും ഉണ്ടാക്കാനും വേണ്ടി നിന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഇരുമ്പമ്പുളി ഊർക്കാപ്പുളി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് പിന്നെ അച്ചാറും കൂടി വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് നമ്മൾ മരിബ് നോമ്പൊക്കെ തുറന്ന് മരിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചായയും കടി. ഇപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ മരിബ് നിസ്കാരം കഴിഞ്ഞുകൊണ്ട് തന്നെ പത്തിരിയും ചായയും കുടിക്കല്ല വിചാരിച്ചിട്ടൊക്കെ പാരിൻ്റെ അടിയിൽ കണ്ടേയും പള്ളിക്കന്ന് തെക്കിബീറല്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അകത്തുനിന്ന് ഒരാൾ ഭയങ്കര തെക്കിബീറല്ലെന്ന് ഒച്ചപ്പാട് കേട്ടപ്പോൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാക്ക തെക്കിബീറല്ലാണ് കേട്ടോ, നാളെയാണ് പെരുന്നാളെന്നും പറഞ്ഞിക്കാണ്ട് മക്കൾ രണ്ടാളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നാളാണ് പെരുന്നാളെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ കാലത്ത് തന്നെ പിന്നെ മാസമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ മാസം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാത്തു നിൽക്കേണ്ട ആവശ്യം, നാളാവോ എന്ന് കാത്തുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ പിന്നെ മാസമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ചായക്കുടിയും കാര്യങ്ങളൊക്കെ വേഗം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഞാൻ വേഗം ചായയൊക്കെ പാർന്നതാ ടേബിൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പള്ളിക്കന്നൊക്കെ ഉഷാറായിട്ട് തെക്കുബീറൊക്കെ അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചായയും പിന്നെ കറിയൊക്കെ കുടിക്കുകയാണ്, എല്ലാവരും കൂടി കുടിക്കുകയാണ് കേട്ടോ. മറ്റേത് ഉമ്മൊക്കെ തറാവി കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ എല്ലാവരും ചായ ഇതൊക്കെ കുടിക്കാൻ നിൽക്കില്ല. അപ്പോൾ ഇന്ന് പൊരി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല, അതൊന്ന് വത്തക്കും ജ്യൂസും മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമായതുകൊണ്ട് ഇന്നിപ്പോൾ ചായയും കടിയൊക്കെ വേഗമാണ് കുടിക്കാൻ വിചാരിച്ചു. വേഗം കുടിച്ചാലല്ല നമുക്ക് നമ്മളെ നാളേക്കുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനും വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ഇതാ ഇനി പത്തിരിയും ചായയൊക്കെ ഒന്നാണ്ട് കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഇങ്ങനെ മോനെ ചിലക്കണത് കണ്ടില്ല. അപ്പോൾ നാളെ പെരുന്നാളാണെന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം എന്താണെന്ന് അറിയാം. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിങ്ങനെ കുറേ ആയിട്ടാണ് സൈക്കിള് പുതിയത് വാങ്ങിക്കണം. അവൻ്റെ സൈക്കിള് ചെറുതായിട്ടുണ്ട്. അവന് 4 വയസ്സായ ടൈമിലാണ് നമ്മൾ സൈക്കിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെറുതായപ്പോൾ ഓൻ കുറേ ആയി പറയൽ തുടങ്ങിയിട്ട് പുതിയ സൈക്കിൾ വേണം. അപ്പോൾ ഇപ്രാവശ്യം കാക്ക പറഞ്ഞു, ഈ മുഴുവൻ നോമ്പ് നോൽക്കുകയാണെങ്കിൽ എനിക്ക് ഞാൻ സൈക്കിൾ വാങ്ങിച്ചു തരുമെന്ന്. അപ്പോൾ ആളതും കേട്ട് ആൾ മാഷാഅല്ലാ മുഴുവൻ നോമ്പ് നോറ്റു കിട്ടാ. മോളും നോറ്റു, മോനും നോറ്റു. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ്. അപ്പോൾ നാളെ തന്നെ നമ്മൾ പിന്നെ സൈക്കിൾ വാങ്ങിക്കാൻ പോവില്ല എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അപ്പോൾ പെരുന്നാളായിട്ട് സൈക്കിൾ കാർഡൊന്നും തുറക്കൂല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പൊലിവായിരുന്നു കേട്ടോ ആ ഒരു കണ്ടത് നിങ്ങൾ. അപ്പോൾ ഏതായാലും നമ്മളെ ചായക്കുടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതൊക്കെയാണ് ഞാൻ മോക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു. നേരത്തെ തന്നെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. എന്നാൽ പിന്നെ നല്ല ചോക്കൊക്കെ ചെയ്യായിരുന്നില്ല, അതിൻ്റെ ഒരു ഇതുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഇതൊക്കെയാണ് ചായക്കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മൈലാഞ്ചി ഇടാനും വേണ്ടി ഇരുന്നിക്കുകയാണ്. അപ്പോൾ ഞാൻ ലിവിങ് റൂമിൽ ഇരുന്നിട്ട് മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞപ്പോൾ മോളറിഞ്ഞ് വേണ്ട നമുക്ക് സിറ്റ് ഔട്ട് പോയിരുന്നു കാരണം മൈലാഞ്ചി ഇടാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇതൊക്കെ സിറ്റ് ഔട്ടൊക്കെ വന്നതാണ്. സിറ്റ് ഔട്ട് ഇറങ്ങിയപ്പോൾ മാസം കാണാനൊരു പൂതി വിചാരിച്ചു, കാരണം മുറ്റത്ത് ഇറങ്ങിയപ്പോൾ മാസം ഒന്നും കാണാനൊന്നും പറ്റിയില്ല. അപ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങി നടന്ന കാണുന്നതൊക്കെ നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടി ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാൾക്ക് മൈലാഞ്ചിൻ്റെ ആ ഒരു പൂതിയും കാര്യമൊന്നുമില്ല കേട്ടോ. എനിക്കാണ് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര പൂതിൻ്റെ മോള് നേരെ ഓപ്പോസിറ്റാണ്, ആ ഒരു അതിർപ്പും കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കത് ഇട്ട് കൊടുക്കാൻ ഞാൻ പൊറുതിയോടാണ്, ഞാൻ പിടിച്ച് തള്ളിയിട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ നഖത്തുമ്മൽ ഞാൻ ജിരം മൈലാഞ്ചി ഇട്ടപ്പോൾ ആൾക്ക് കാൽമത്ത് നല്ല ചോന്നിട്ടുണ്ടായിരുന്നു, നഖത്തുമ്മത്ത് ഒരു കൈമത്ത് ചോന്നിട്ടുണ്ട്. ഒരു കൈമൽ ഞാൻ പകൽ ഇട്ട് കൊടുത്തതുകൊണ്ട് ആളത് പിന്നെ പെട്ടെന്ന് കഴുകി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പിത്തം പിടിച്ച ആൾക്കാരെ നഖത്തിൻ്റെ മാതിരി അയക്കുന്ന നഖം. അപ്പം ഇനി ഏതായാലും ഒരു പ്രാവശ്യം കൂടി ഇട്ട് കൊടുക്കണം.
അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇതാ ഒരുവിധം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇടാനൊന്നും അറിയില്ല, എന്നാലും തട്ടിമുട്ടി ഒപ്പിച്ച് ഇടും കേട്ടോ. പിന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇടാൻ അറിയില്ല, ഇടാൻ അറിയാമെന്ന് വെച്ചാൽ അറിയാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇട്ടിടയിൽ തെക്കുബീറൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ പള്ളിയിൽ നിന്ന് നല്ല ഉഷാറായിട്ട് തെക്കുബീറൊക്കെ ചൊല്ലിയപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും കൂടെ ചൊല്ലിയിട്ടാം. പിന്നെ അതൊക്കെയാണ് നമ്മൾ അടുക്കളയ്ക്ക് വരുന്നത് സമയം 10 മണിക്കാണ്. അപ്പോൾ അതുവരെ നമ്മൾ ഫോണിലും പിന്നെ ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. കത്തണിൻ്റെ ശേഷമൊക്കെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങാന്ന് വിചാരിച്ചിട്ട് അതുവരെ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ടില്ല. എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചിട്ട് ഫോണുമ പോയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീഫൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തണുപ്പോട് കൂടിയിട്ട് ബീഫ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബീഫൊക്കെ ഇതാ ഞാൻ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്. കാക്ക കട്ട് ചെയ്ത് കൊണ്ടുവരികയും ഞാൻ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. എനിക്ക് ആ ഒരു കുഞ്ഞു കുഞ്ഞാക്കി ബീഫ് കട്ട് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറയുമ്പോൾ ഒരു ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുക. എനിക്ക് അത്യാവശ്യം വലുപ്പത്തിൽ ബീഫ് കട്ട് ചെയ്യുമ്പോഴാണ് ഉണ്ടാക്കിയാൽ ഒരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഞാൻ ചിക്കൻ ഇതൊക്കെയാണ് ഐസൊക്കെ പോകാനും വേണ്ടി വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പുറത്തേക്ക് എടുത്തേക്കാനും വേണ്ടി മറന്നു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ ഇന്നിപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് ഇതൊക്കെ നമ്മൾ പുതിയ കട്ടിംഗ് ബോർഡൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, ഒരുപാടായിട്ടാണ് അളമാരയിൽ കിടക്കണത്. ഇത് കാക്ക റിയാദുള്ള ടൈമിൽ വന്നപ്പോൾ ലാസ്റ്റ് ആ വരവിൽ കൊടുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 3-4 വർഷമായി ഇത് അളമാരയിൽ കിടക്കണം. അപ്പോൾ കാക്ക കുടിക്കലിൻ്റെ ടൈമിൽ കൊടുന്നത് ഇതേ സംഭവം തന്നെയാണ്. പക്ഷെ കാണാൻ വൃത്തികേടായിക്കണമെങ്കിലും ഉപയോഗിക്കാനൊരു കേടില്ല. അപ്പം പിന്നെ അങ്ങനെ വെറുതെ ഇത് ഇത്ര എടുത്താലും 4 ഉപയോഗിച്ചാൽ ഇതിൻ്റെ കളറ് മാറും, ആടയാൾ ഇതൊക്കെ വന്നിട്ട് വേഗം വൃത്തികേടാവും. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വിചാരിച്ചു എന്തിനാപ്പോൾ എടുത്ത് വെച്ചിട്ട് എന്താ കാര്യം വിചാരിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കണമല്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ നല്ല വലിയ കട്ടിംഗ് ബോർഡുമാണ്, നല്ല ഉഷാറാണ് കേട്ടോ. ഇതിമേ വെച്ചിട്ട് കട്ട് ചെയ്യാൻ നല്ല വെയിറ്റും ഉണ്ട് വലിയതായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെരുന്നാളായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നോമ്പിന് ഇപ്പോൾ 3-4 പ്രാവശ്യമായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തി ഉണ്ടാക്കിയിട്ടില്ല നോമ്പിന്. അപ്പോൾ പെരുന്നാൾക്ക് മന്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തി അയക്കാനൊരു പൂതി. അപ്പോൾ മന്തിക്കുള്ള ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ബീഫ് ഒന്ന് ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തിട്ട് വെള്ളം വരാൻ വേണ്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കി വെക്കണില്ല കേട്ടോ. ഞാനങ്ങനെ ഒന്നും ഉണ്ടാക്കി വെക്കലില്ല, ഒക്കെ കട്ട് ചെയ്ത് വെക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. ഒന്നും തലേന്ന് കുക്ക് ചെയ്ത് വെക്കൂല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. അമ്മ എന്നോട് കുറേ പറഞ്ഞ് പിന്നെ ആയി കിട്ടൂല. കാരണം നമുക്ക് 7 മണിക്കാണ് പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഒരു 6:45 ആകുമ്പോഴത്തേന് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഉണ്ടാക്കി വെച്ചേക്ക് അതെല്ലാം നല്ലത് പറഞ്ഞിട്ട് എനിക്ക് എന്താ മനസ്സൊക്കെ പിടിക്കണില്ല. അപ്പോൾ ഞാൻ ബീഫുക്കുള്ള എല്ലാതൊക്കെ റെഡിയാക്കിയാണ് വെക്കാൻ വിചാരിച്ചു. പിന്നെ കുക്ക് ചെയ്യണ പണിയല്ല, രാവിലെ നേരത്തെ എണീറ്റിട്ട് കുക്ക് ചെയ്യല്ല വിചാരിച്ചിട്ടാണ്. ബീഫ് അവിടെ ഇതൊക്കെ വെള്ളം വാരാനും വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കുന്നത്, അതിനുള്ള തേങ്ങ പൊട്ടിക്കലിൻ്റെ കഷ്ടപ്പാടിലാണ്. ഈ ഒരു പണി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇടങ്ങാറുണ്ട്, കൈയൊക്കെ വേദന ആവാം. എന്നോട് പറഞ്ഞില്ല അതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് പിന്നെ പൊട്ടിച്ചാൽ മതി എന്നാൽ വേഗം പൊട്ടുക. അത് ചിലപ്പോൾ പൊട്ടും ചിലപ്പോൾ പൊട്ടൂല, അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഇത് പൊട്ടിങ്ങോട്ട് കിട്ടില്ല, ദേഷ്യം പിടിച്ച. അങ്ങനെ ഏതായാലും പൊട്ടിയതാ വെള്ളം മോക്ക് കുടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒന്നിത്തെ വെള്ളം അതൊക്കെ ഞാനും കുടിച്ചു കേട്ടോ. തേങ്ങ വെള്ളം അങ്ങനെ പൊട്ടിച്ചുകൊണ്ട് കുടിക്കുന്നത് ഭയങ്കര വൈബാണല്ലേ. അപ്പോൾ ഇതാ 2 തേങ്ങയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. 1 കിലോ സേമിയവും 500 സേമിയോ 500 സാബുനരി ഇട്ടിട്ടാണ് നമ്മൾ പായസം വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇതൊക്കെ 2 തേങ്ങാപ്പാലാണ് കേട്ടോ. തേങ്ങയാണ് നമ്മൾ പാലാക്കി എടുക്കുന്നത്. ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും പിഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇതാ 2 പാത്രത്തിലാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ പെരുന്നാളായിട്ട് ഇപ്രാവശ്യം നമ്മൾ സ്പെഷ്യൽ ഒന്നുമില്ല കേട്ടോ. മന്തിയും ബീഫും കുറച്ച് ചിക്കനും പൊരിക്കാമെന്ന് വിചാരിച്ച്, അത് മാത്രമേ ഉള്ളൂ പെരുന്നാളായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ പുഡിങ്ങോ കാര്യങ്ങളൊന്നും ഇപ്രാവശ്യം വേണ്ടാന്ന് വെച്ച് അങ്ങനെ ഇതൊക്കെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് സെറ്റാക്കിയതാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ബീഫൊക്കെ നല്ലോണം വെള്ളം പോയിട്ടുണ്ട്. അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട്, വെള്ളമൊന്നും ഒഴിച്ച് വെക്കണില്ല കേട്ടോ, പാത്രത്തിലാക്കിയിട്ട് നല്ലോണം കഴുകി വെച്ചല്ലേ, പാത്രത്തിലാക്കിയിട്ട് അതും ഫ്രീസർ കണ്ട് വെച്ചിട്ടുണ്ട്. അതിന് ഇനി മന്തിക്കുള്ള ചിക്കനൊക്കെ ഇതാ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇത് പിന്നെ ഈ ഒരു പാത്രത്തിൽ ഇട്ട് നോക്കുമ്പോൾ ചിക്കന് കൊള്ളൂല കേട്ടോ. ചിക്കന് പരന്ന് കിടക്കണമല്ലോ. അപ്പോൾ ഞാൻ വലിയ ചെമ്പട്ടിയിൽ തന്നെ വെക്കാൻ വെച്ചിട്ട് ചെമ്പട്ടിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഫ്രിഡ്ജിക്ക് വെക്കാനുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ചെറിയ ചെമ്പട്ടിയിൽ പിന്നെ പാനിലിട്ടുകാണ്ട്
റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ മന്തിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഏലക്കായ്, പട്ട, ഗ്രാമ്പു, പിന്നെ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 തക്കാളി, 2 കിലോ മന്തിയാണ് വെക്കുന്നത്. അതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 വലിയ ഉള്ളി, 1 വലിയ കാപ്സിക്കം, പിന്നെ കുറച്ച് പുതിനയില, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ 2 സ്പൂണ് മുളക് പൊടി, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുറച്ച് ഒരു 1/2 സ്പൂണോളം പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കുരുമുളക് ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുരുമുളക്, പൊടിക്കാത്ത കുരുമുളക് ഒരു ലേശം, അത് നമ്മൾ ആവശ്യത്തിന്, എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക് പൊടിച്ചത് ഇതൊക്കെയാണ് 1 സ്പൂൺ, വലിയൊരു സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മന്തി മസാല അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മന്തി മസാലേൻ്റെ ആവശ്യമില്ല കേട്ടോ, ഞാൻ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1 കപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം, അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് 1 സ്പൂണ്. പിന്നെ ചിക്കൻ ക്യൂബ് 4 ചിക്കൻ ക്യൂബാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ, എനിക്കത് ചേർത്ത് കൊടുക്കണം, അല്ല ഞാൻ ചിക്കനിൽ ഒരു ഉപ്പും പുളിയും പിടിക്കാത്ത പോലെയാണ്. പിന്നെ അതൊക്കെ ഒരു ചെറുനാരങ്ങം കൂടി പിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ മന്തി റെഡിയാക്കി കൊടുത്തു നോക്കിയിട്ട് അടിപൊളിയാണ്, നല്ല സൂപ്പർ മന്തി ആവും കേട്ടോ. നല്ല ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടല്ല അടിപൊളി മന്തി ഇക്കാരം. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിക്ക് കളർ ലേശം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇതാ ആ ഒരു പാത്രത്തോട് കൂടി നമ്മൾ ഫ്രിഡ്ജിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ പിന്നെ കുഴച്ച് വെച്ചത്, മറ്റേത് വലിയ പാത്രമല്ലേ, അപ്പോൾ ആ ഒരു പാത്രത്തിൽ പരത്തി വെച്ചാൽ നമുക്ക് പിറ്റേന്ന് കുക്ക് ചെയ്യലാച്ചിട്ടാണ് അത് എടുത്തത്. പക്ഷേ അതിൽ പിന്നെ നമ്മൾ മന്തി ആവില്ല കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ, നമ്മൾ 2 കിലോ ചിക്കനും 2 കിലോ റൈസും ആണ് എടുക്കുന്നത്, സെയിം അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ 4 കിലോ ഉണ്ടാവില്ല, അപ്പോൾ അതിൽ കൊള്ളൂല. അപ്പോൾ ഞാൻ വലിയ പാത്രം, അത് ആ ചുവന്ന പാത്രം അത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ മന്തിൻ്റെ മസാല റെഡി ആക്കിയിട്ടാണ്. പിന്നെ കുക്ക് ചെയ്യണൊക്കെ ഇത് എങ്ങനെയാണെന്നൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാകും മന്തി മസാല റെഡി ആക്കിയാൽ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നേരെ വെളുക്കുമ്പോഴത്തേനും നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിക്കും. ചിലർ ചിക്കൻ ക്യൂബ് ഇട്ടാൽ ഉപ്പിടൂല കേട്ടോ, പക്ഷേ ഞാൻ ഉപ്പിടലുണ്ട്. അപ്പോഴാണ് ചിക്കനിലൊക്കെ നല്ലോണം ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 കിലോന് പിന്നെ 2 കിലോയ്ക്കുള്ള ചിക്കൻക്കാണ് കേട്ടോ ഈ ഒരു അളവ് പറഞ്ഞത്. 1 കിലോനാണെങ്കിൽ ഒക്കെ ഉള്ളിയും തക്കാളിയൊക്കെ ഓരോന്നിച്ച് എടുത്താൽ മതിയാകും. അങ്ങനെ ഇതാ നമ്മളൊക്കെ സെറ്റാക്കിയതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട്, കാരണം 4 മണി 3:30 അലാറം വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. 4 മണിക്കാകുമ്പോഴത്തേന് അടുക്കളയ്ക്ക് കയറണം. അപ്പോൾ വരുന്ന നേരത്തെ നമുക്ക് ആകെ എന്താ പറയുക ഭ്രാന്ത് പിടിക്കരുതല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കിടക്കുകയാണ്. അപ്പോൾ തന്നെ നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ മരുവിസ്കാരം കഴിഞ്ഞാണ് ഫുഡ് കഴിച്ചതല്ല. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ഓട്ടടൻ്റെ മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇതാ ഒരു ഓട്ടടി നമ്മൾ ചിക്കൻ കറിയും കൂട്ടിയിട്ട് പിന്നെ ചായ കുടിച്ച്. ഇപ്പോൾ സമയം 12 മണിക്കാണ് നമ്മൾ ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഞാൻ 10 മണിക്ക് കയറിയിട്ട് 12 മണിയായപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫുക്കുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 12:30 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നാളേക്കൊക്കെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഡൈനിങ് ഹാളിൽ വെക്കണം. അല്ലാഞ്ഞാൽ പിന്നെ ആ ഒരു ഈദ്ഗാഹിന് പോകാൻ നേരത്തുണ്ടാവും ഒരു പരക്കം പാച്ചിൽ വിടാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും ഇവിടെ പരന്ന് കിടക്കണം. പിന്നെ ആ രാവിലത്തെ ഇതിൽ അവിടെ വിടും. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കാക്കാൻ്റെ ഡ്രസ്സ് കണ്ടില്ല, ഷർട്ടും തുണിയാണ് കേട്ടോ. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഒലിമ്പിയൊക്കെ ഇട്ടതായിരുന്നു. അപ്പോൾ ചെറിയൊരു പൂലുള്ള പോലെ തോന്നിയപ്പോൾ ഞാനതൊക്കെയാണ് കസാരമല ഇട്ടത്, ഉണങ്ങിയിരിക്കണം, എന്നാലും ഒന്ന് കസാരമല നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെരുന്നാക്കത്തെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലപ്പോൾ രാവിലെ ആ ഒരു തിരക്ക് കൂടി ഒറ്റ വീഡിയോസ് എടുക്കാൻ നമുക്ക് പറ്റില്ല, ഒരു ഓട്ടയിക്കാർ ആ ഒരു നേരത്തെ എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കിടന്നാലും നടക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാക്കത്തെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഞാനിതൊക്കെ മിഡിയും ടോപ്പുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞത്, ഇത് മോക്ക് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷെ ഇത് മോക്ക് ഭയങ്കര വലുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് നോക്കിയപ്പോൾ കാക്കാക്ക് ഇഷ്ടമായപ്പോൾ അപ്പോൾ എന്നോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു. മോക്ക് പിന്നെ അതിൻ്റെ ചെറുത് നോക്കിയിട്ട് വേറെ മോഡൽ മിഡിയും ടോപ്പും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേത് ഞാൻ മോക്ക് ചെറുതാക്കി ഇഷ്ടപ്പെട്ടതോട് ഞാൻ ചെറുതാക്കി കൊടുത്തുകയാണെങ്കിൽ ഓക്ക് ഇടല്ല വിചാരിച്ചിട്ട് വാങ്ങിച്ചതായിരുന്നു. പിന്നെ അത് ഞാൻ എനിക്കാക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മോളെ ഡ്രസ്സ് ഇതാണ്. പിന്നെ അതിലേക്ക് ഇതൊക്കെയാണ് ഉള്ള ഷോളും ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് ഒന്ന് കമൻ്റ് ആക്കിയിട്ട് നമ്മളെ പെരുന്നാക്കത്തെ
ഡ്രസ്സ്. പിന്നെ മോൻക്ക് ഇതൊക്കെയാണ് പാൻറ്റും ഒരു ഒക്കെ ഏകദേശം ഞങ്ങൾ നാലാളും പാപ്പാനും ഉമ്മാനും മക്കളൊക്കെ ഏകദേശം ഒരേ കളറായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ നോക്കിയിട്ട് എടുത്തതല്ല. നമ്മൾ പെരുന്നാൾക്ക് ഇങ്ങനെ ഇട്ട് വന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴാണ് ഞാൻ കാക്കാനോട് പറഞ്ഞത് നമ്മൾ ഒപ്പിച്ച പോലെ ഉണ്ടല്ലോ, ഏകദേശമൊക്കെ ഒരേ മോഡൽ അയക്കണമല്ലോ എന്ന്. അപ്പോൾ ഏതായാലും ഇതൊക്കെ നമ്മൾ പെരുന്നാൾക്കത്തെ ഡ്രസ്സും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോയും തലേന്നത്തെ വീഡിയോയും കൂടി ഒരുമിച്ച് വീഡിയോ ആക്കാമെന്ന് നോക്കുമ്പോൾ ഒരുപാട് ലെങ്ത് ആവും കേട്ടോ വീഡിയോ. ഇതന്നെ ഇപ്പോൾ 16 മിനിറ്റിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആക്കി ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മന്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ പെരുന്നാളിൻ്റെ വ്ളോഗിലാണ് ഉൾപ്പെടുത്തുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മൈലാഞ്ചിടെല്ലാം കണ്ട് കഴിച്ച് നേരം വൈകിയാലും ഒരു പുള്ളിടാഞ്ഞാൽ പൊറുതേടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെരുന്നാൾ രാവിലെ ആയാൽ പിന്നെ നമുക്ക് ഓർക്കും കാര്യമൊന്നുമില്ലല്ലോ, എത്ര നേരം വേണമെങ്കിലും നമ്മൾ നിൽക്കും. അതാണ് പെരുന്നാളിൻ്റെ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ 2 മണി ആയിട്ടുണ്ട് കേട്ടോ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.